ഒരു ഇന്റർവ്യൂവിൽ കാൻഡിഡേറ്റിന്റെ ഭാഗത്ത് നിന്ന് സംഭവിക്കാവുന്ന കോമൺ മിസ്റ്റേക്സ് എന്തൊക്കെയാണ് സാറിന് പറയാമോ? നമ്മളെ മലയാളികൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, ഒരുപാട് അറിയുകയും ചെയ്യാം. അപ്പോൾ മലയാളികളെ സംബന്ധിച്ച് അറിവ് കൂടുതലും വളരെ വേഗത്തിൽ പറയുകയും കുറേ കാര്യങ്ങൾ പറയുകയും അന്ന് അവർ അതിൻ്റെ നോളജ് കാണിക്കാനുള്ള ഇതൊരു എസ്സേ കോമ്പറ്റീഷൻ അല്ല, കഥ പറയലല്ല, ഇത് വെറും കോൺവെർസേഷനാണ്. പക്ഷേ ഫോർമൽ കോൺവെർസേഷൻ. ധോൾപൂർ ഹൗസിൽ നിന്ന് റൂം തുറന്ന് അകത്ത് കയറുമ്പോൾ തന്നെ ക്യാൻ ബി മേക്ക് എ ഇമ്പാക്റ്റ്. നമ്മൾ എങ്ങനെ ഒരു പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കണം. ഒരു സിനിമാ നടൻ ആദ്യമായിട്ട് മോഹൻലാലിനെ സിനിമയിൽ കൊണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ സിനിമയിൽ തുടങ്ങുമ്പോൾ വരുമ്പോൾ വളരെ ഫോക്കസ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതുപോലെയാണ് നമ്മൾ മൈൻഡ്ഫുൾ ആയിട്ട് വർക്ക് ചെയ്യണം. അതിൻ്റെ അർത്ഥം കോൺഫിഡൻസ് വേണ്ടാതെയല്ല. നല്ല കോൺഫിഡൻസ് വേണം, അരഗൻസ് പാടില്ല, ഓവർ കോൺഫിഡൻസ് പാടില്ല, അണ്ടർ കോൺഫിഡൻസ് പാടില്ല. ഒരു മധുരമായ സ്മൈല്, പുച്ഛമായ രീതിയിലല്ല, ഇത് സുന്ദരമായ സ്മൈൽ, ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സ്മൈൽ, ബെസ്റ്റായ ഫോമൽ ഡ്രസ്സ് ആൻഡ് വാക്ക് വിത്ത് കോൺഫിഡൻസ്. അങ്ങനെ വരുമ്പോൾ അതൊരു വലിയ പ്രധാനമാണ്. ഗ്രീറ്റ് ചെയ്യാൻ അറിയണം, നന്നായി ഗ്രീറ്റ് ചെയ്യണം. മോക്ക് ഇൻ്റർവ്യൂവിലൊക്കെ ഇതൊക്കെ പറയുന്നുണ്ട്. ഗ്രീറ്റ് ചെയ്യാൻ നമ്മൾ അതിനെപ്പറ്റി അധികം പറയുന്നില്ല. പറയാതെ തന്നെ ഇരിക്കാൻ പാടില്ല. ഒരു IAS ഓഫീസർ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? ഓരോ ഓഫീസറും ഇൻ്റർവ്യൂവിന് വിളിച്ചവരെല്ലാം അവർ വിചാരിക്കേണ്ടത് ഞാൻ IAS ഓഫീസർ ആയി എന്ന് തന്നെ. അപ്പോൾ ഈ കൺഫ്യൂഷൻ വരില്ല. ഒരു IAS ഓഫീസർ എങ്ങനെയാണ് പോകുന്നത്, ഫോർമലായിട്ട് എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്, എങ്ങനെ കോൺഫിഡൻസ് ആയിട്ട് പോകുന്നു. ഓവർ കോൺഫിഡൻസ് അല്ല, സീനിയർ ഓഫീസേഴ്സിൻ്റെ അടുത്ത് പോവുകയാണ്. അപ്പോൾ ആ രീതിയിൽ സമീപിക്കുകയാണെങ്കിൽ നമ്മൾ ആവശ്യമില്ലാതെ ഫോൾഡ് ചെയ്യാനും തൊഴാനും തലകുനിക്കാനും ഒന്നും ആവശ്യമില്ല. ശരിക്കും നേരെ നിന്ന് കൈകൾ രണ്ട് സ്ഥലത്തും ആക്കിയിട്ട് മധുരമായ ഒരു നല്ല എക്സ്പ്രഷനാക്കി വളരെ കോൺഫിഡൻസ് ആയി നടന്നു വരികയും എല്ലാവരെയും ഗ്രീറ്റ് ചെയ്തതിന് ശേഷം അവർ പറയുമ്പോൾ ഇരിക്കുക. അതിനുശേഷം റഡാറ് പോലെ എല്ലാവരെയും നോക്കേണ്ട കാര്യമില്ല. ചോദിക്കുന്ന ആളെ നോക്കുക, അവരെ ശരിക്കും ലിസൺ ചെയ്യുക. പലതവണയും ലിസൺ ചെയ്യില്ല. എന്തെങ്കിലും ചോദ്യം കേൾക്കുമ്പോൾ ഉടനെ തുള്ളി അതും ഇതൊക്കെ അങ്ങ് പറയാൻ തുടങ്ങും. അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ കോൺട്രവേഴ്സിയിലേക്ക് കയറരുത്, അധികം ആർഗ്യുമെൻറ്റ് ചെയ്യരുത്, ഡിഫെൻഡ് ചെയ്യരുത്. അന്നേരം നമ്മളാണ് അതിന് വിഷമം വരിക. കൂടുതൽ സംസാരിക്കരുത്, നിർത്തി സംസാരിക്കണം. വളരെ വേഗത്തിൽ കുതിര പായുന്ന പോലെ, ബുള്ളറ്റ് പോകുന്ന പോലെ സംസാരിക്കാൻ തുടങ്ങിയാൽ ഇവർക്കൊന്നും മനസ്സിലാവില്ല.